യെസ് ഗൈസ്, ഞങ്ങൾ BTSന്റെ വേൾഡ് ടൂറിന് പോയെന്ന് നിങ്ങൾ വിശ്വസിക്കോ? യെസ്, നമ്മുടെ PVRൽ BTS അരിറാങ് വേൾഡ് ടൂറിന്റെ റീബ്രോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും ധാത്രിയും കുറച്ച് സെറ്റായിട്ട് പോയി PVRലേക്ക്. നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആമീസ് വന്നു. ഞാനും ധാത്രിയും എങ്ങനെ എക്സൈറ്റ്മെന്റ് പിടിച്ചു വെക്കുന്ന അറിയാൻ വയ്യാണ്ട് കഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത അവസാനം എന്താ നടക്കാൻ പോണേന്നുള്ളൊരു എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ ഫൈനലി യെസ്, ദേ ആർ ഹിയർ. ഒച്ചയും ബഹളും കൂവലും, ഇവരുടെ വരവ് കാണാൻ എന്ത് രസമായിരുന്നെന്നറിയോ. പിന്നെ പാട്ട് തുടങ്ങി, ഡാൻസ് തുടങ്ങി, ഞങ്ങൾ പാടി ആടി. ഓ മൈ ഗോഡ്, വി ഹാഡ് എ ബ്ലാസ്റ്റ്. പിന്നെ നമ്മൾ ആർമി ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. പിന്നെ എന്താ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഈ ആൽബത്തിലെ. ആൻഡ് ദെൻ ഫയർ കെയിം ഓൺ. ഫയർ എന്ന് പറഞ്ഞ സോങ് ആണ് എന്നെ BTSലേക്ക് എത്തിച്ചത്. ആൻഡ് ദെൻ എന്റെ പുറകെ ധാത്രിയും കൂടി. നമ്മുടെ ബയസാണ് കിം തേഹ്യോങ്. ആൻഡ് ദെൻ അഗൈൻ നമ്മൾ പാടി ആടി അട്ടഹസിച്ചു. വി വാച്ച് BTS ബീങ് BTS ലൈക്ക് ഓൺ എ റിയലി ബിഗ് സ്ക്രീൻ. ഫീല് കൊടുത്ത് നിന്ന് പാടുന്ന ആ ഒരു സോള് കൊണ്ട് പാടുന്ന ധാത്രിയാണ് നമ്മളിപ്പോ കാണുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ വേൾഡ് വൈഡ് ഹാൻഡ്സമിന്റെ ഒരു ഫ്ലൈങ് കിസ്സും കിട്ടി. ആൻഡ് ദെൻ നമ്മുടെ ലാസ്റ്റ് സോങ്ങിലേക്ക് എത്തി. ഇൻ ടു ദ സൺ എന്ന് പറഞ്ഞ് വി തന്നെ എഴുതി കമ്പോസ് ചെയ്ത ഈ ആൽബത്തിന് വേണ്ടി ഇത് ചെയ്ത പാട്ടായിരുന്നു. സോ യെസ്, ഒരു അടിപൊളി എൻഡിങ് ആയിരുന്നു. ആൻഡ് ഇവര് നടന്ന് സ്റ്റേജിൽ നിന്ന് പോകുന്നതൊക്കെ കണ്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ ധാത്രി കുറച്ച് ഇമോഷണൽ ആയി. ആ രംഗമാണ് നിങ്ങൾ കാണുന്നത്. സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അപ്പൊ സമാധാനിപ്പിച്ച് ഞങ്ങൾ പാരഗന്റെ സൈഡിൽ നിന്ന് ഒരു ചായയും കുടിച്ച് അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അമ്മ സൈഡിൽ വേറെ സിനിമയ്ക്ക് കയറിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി.